വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. ഓർമ്മിക്കുക, സിയന്നായിലെ വിശുദ്ധ കത്രീനായുടെ ഓർമ്മദിനമാണിന്ന്. 1347 മാർച്ച് 25-ാം തീയതി ഇറ്റലിയിലെ സിയന്നായിൽ ജക്കപ്പോ ലാപ്പോ ബെനിൻകാസ എന്നീ മാതാപിതാക്കളുടെ 23-ാമത്തെ മകളായി ജനിച്ചു. സമർത്ഥയും ഭക്തയും പ്രസന്നയുമായി വളർന്നു വന്ന കുട്ടി കന്യകയായി ജീവിക്കാൻ സ്വകാര്യ വ്രതമെടുത്തു. 12-ാം വയസ്സിൽ വിവാഹാലോചന ഉണ്ടായപ്പോൾ തലമുടി പൂർണ്ണമായും വെട്ടിക്കളഞ്ഞു. ആഡംബര വസ്ത്രങ്ങളും ആഡംബര ജീവിതവും ഉപേക്ഷിച്ച് പ്രാർത്ഥനയും ഉപവാസവുമായി കഴിഞ്ഞു. 18-ാം വയസ്സിൽ ഡൊമിനിക്കൻ 3-ാം സഭയുടെ വസ്ത്രം സ്വീകരിച്ച് 3 വർഷക്കാലം മിണ്ടാവ്രതമെടുത്തു. കുമ്പസാരക്കാരനോട് മാത്രം സംസാരം, ബാക്കി സംസാരം ദൈവത്തോട് മാത്രം. 1374 രാജ്യത്ത് സാംക്രമിക രോഗം പടർന്നു പിടിച്ചപ്പോൾ അവൾ ശുശ്രൂഷിച്ചും രാത്രി മുഴുവൻ ഉപവാസവും പ്രാർത്ഥനയുമായി അനേകരെ സൗഖ്യപ്പെടുത്തി. അതുവഴി ധാരാളം വ്യക്തികൾ മാനസാന്തരപ്പെടുകയും ചെയ്തു. പ്രായശ്ചിത്തവും അധ്വാനവും ഉപവാസവും കത്രീനയെ രോഗിണിയാക്കി. ഈ വേളയിൽ ധാരാളം ഉൾക്കാഴ്ചകളും വെളിപാടുകളും പഞ്ചക്ഷതവും ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ചാണ് വിശുദ്ധ ജീവിച്ചിരുന്നത്. റോമിൽ വെച്ച് 33-ാം വയസ്സിൽ 1380 ഏപ്രിൽ 29-ാം തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1461 2-ാം പിയൂസ് പാപ്പ വിശുദ്ധയായും 1970 പോൾ 6-ാമൻ പാപ്പ വേദപാരംഗതയായും ഉയർത്തി. 33 വർഷത്തെ ജീവിതം കൊണ്ട് പാപ്പായെ പോലും അത്ഭുതപ്പെടുത്തിയ ഈ കന്യക എല്ലാവർക്കും വലിയ മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് ദൈവകൃപയാലത്രേ. ഞാനെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലത്രേ. എൻ കയ്യിലുള്ളതെല്ലാം ദൈവം ദാനമായി തന്നതല്ലേ. എൻ കൂടെയുള്ളതെല്ലാം ദൈവം എനിക്കായി നേടിയതല്ലേ. ദൈവം എനിക്കായി കരുതിയതല്ലേ. ഞാൻ തന്നെ വളർന്നതെല്ലാം ദൈവം എന്നെ വളർത്തിയതല്ലേ. ഞാൻ തന്നെ നടന്നതെല്ലാം ദൈവം എന്നെ നടത്തിയതല്ലേ. ഞാൻ തന്നെ വളർന്നതെല്ലാം ദൈവം
എല്ലാം ദൈവത്തിൻ ദാനമായിരിക്കെ അതല്ലെന്ന മട്ടിൽ ഞാനായതെന്തേ? അതെന്റെ കുറവെന്നറിയുന്നു ഞാൻ. നന്ദി ചൊല്ലും നേറ്റം എളിമയോടെ. എല്ലാം ദൈവത്തിൻ ദാനമായിരിക്കെ അതല്ലെന്ന മട്ടിൽ ഞാനായതെന്തേ? അതെന്റെ കുറവെന്നറിയുന്നു ഞാൻ. നന്ദി ചൊല്ലും നേറ്റം എളിമയോടെ. ഞാൻ നന്ദി ചൊല്ലും നേറ്റം എളിമയോടെ. ഞാനെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലത്രേ. ഞാനെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലത്രേ. എൻ കയ്യിലുള്ളതെല്ലാം ദൈവം ദാനമായി തന്നതല്ലേ. എൻ കൂടെയുള്ളതെല്ലാം ദൈവം എനിക്കായി നേടിയതല്ലേ. ദൈവം എനിക്കായി കരുതിയതല്ലേ.